ഈ കേട്ടു എല്ലാവരോടും പറയട്ടെ. എല്ലാ മക്കളോടും നമസ്കാരം, നന്ദി. പൂവേ ചുവന്ന പൂവേ എത്ര നാളിങ്ങോ നീ പോയി പൂവേ. നമസ്കാരം മക്കളെ. ഇന്നിപ്പോൾ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. സാമ്പാർ വയ്ക്കാനാണ്. അതിൽ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പത്തിടുകയാണ്. അല്ല, സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അതിന് അടുപ്പത്തിട്ടു. സാമ്പാറിലേക്കുള്ള പൊടികൾ, അത് ഉപ്പിടുക. ഉപ്പിട്ടു. ഇനി മുളക് പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി ഇട്ടു. ഇനി മഞ്ഞൾപ്പൊടി. ഈ കഷ്ണങ്ങൾ നല്ല ഒരുമാതിരി വേവാകുമ്പോൾ അതിലേക്ക് തക്കാളി മുറിച്ച് വെച്ചത് അരിക്കുക. അതിനിട്ട് അതങ്ങനെ ഇറക്കി കൊടുക്കുക. പരിപ്പ് വേവിച്ച് വെച്ചതാണ് സാമ്പാറിലേക്ക്. പരിപ്പ് വേവിച്ചത് പരിപ്പ് വയ്ക്കാൻ സാമ്പാറിലേക്ക്. വേകുമ്പോഴേക്ക് ഈ തേങ്ങയും ഉള്ളിയും കരിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് വറുത്തെടുക്കണം. ഇനി ഇത് തേങ്ങ വറുക്കാൻ എണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇടുക. ഇനി അതിലേക്ക് ഉള്ളി ഇടുക. കുറച്ച് ജീരകം, നല്ല ജീരകം. ഈ കളറിൽ തേങ്ങ നല്ല വറുക്കണം. തേമാതിരി നല്ല വറുക്കണം. ഇത് ഉരുവിയും കായം കൂടി വറുത്തതാണ്. ഇത് ഈ തേങ്ങയിലിട്ടിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ഇത് അരച്ചെടുക്കാം സാമ്പാറിലേക്ക്. ഇത് ഫസ്റ്റ് അരച്ച തേങ്ങ ഒന്ന് സാമ്പാറിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്.
സാപ്പാട് വറവിടണം. അതിന് എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കടുകിട്ട് കരുവേപ്പില ഇട്ടിട്ട് വറവിടുക. ഇനിയിപ്പോൾ കടുകിടുകയാണ് വറവിടാൻ. ഇനി കരുവേപ്പില ഇടുക. ഞങ്ങൾ കുഞ്ഞേ കുട്ടിയിൽ കൊടുന്നതാണ് ഈ സുന്ദരി കുട്ടീനെ. അപ്പം അതാണ് ഞങ്ങൾക്ക് നല്ലൊരു സുന്ദരിയായി, വലിയൊരു സുന്ദരി പെണ്ണായി. ഞങ്ങളൊപ്പം നടക്കും, ഞങ്ങളൊപ്പം കിടക്കും, ഞങ്ങളൊപ്പം ഇരുന്ന് കഴിക്കും. അങ്ങനത്തെ ഒരു സുന്ദരിയാണിത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയ ഒരു സുന്ദരി, വെള്ളസുന്ദരി. സുന്ദരിയാണേ ഒരു സുന്ദരി. അങ്ങോട്ട് നോക്കാൻ വെച്ച് നോക്കുക കാട്ടണിയേ. ഇതാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഉള്ള ഒരു സുന്ദരിക്കുട്ടി. മടിയിൽ വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങളൊരു വീട്ടിൽ ഞങ്ങളൊരു കുട്ടി, കുഞ്ഞൊരു കുട്ടിയാണത്. ഇതിനെ പാട്ട് പാടിയാണ് ഓർക്കും. ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാളെങ്ങോ നീ പോയി പൂവേ മണ്ണിനടിയിലൊളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു ഒന്നരെ നന്നായി തെല്ലുനേരോ പലതും പാടി കളിക്ക സ്വൈരോ കാറ്റടിച്ചൊന്നതിൽ വീണിടല്ലേ കാരത്തെഴുന്നേറ്റു വാടിടല്ലേ. മക്കളെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ചെയ്യേ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല രുചി ഉണ്ടാവും. അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കി. എല്ലാവരോടും നന്ദി, നമസ്കാരം. ഈ കേട്ടു പറയും. ഇനി പറയണോ? നമസ്കാരം അത് പറഞ്ഞില്ലേ? എല്ലാവരോടും പറയട്ടെ. എല്ലാ മക്കളോടും നമസ്കാരം, നന്ദി. എന്റെ പേരെക്കുട്ടി പറയാൻ പറഞ്ഞ മാതിരി പറയും. എന്തെന്ന് ഇങ്ങനെ ഞാൻ എന്താ അമ്മ അങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചാലേ ഞങ്ങൾ പറയും എൻ്റെ പേരക്കുട്ടി പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അത് കിട്ടോ? അയ്യോ മതി, നിർത്താം. ഇത് അടിച്ചിട്ടേ. ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് നിങ്ങൾ പറയും. പെട്ടിട്ട് ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അങ്ങനെയായിരുന്നു പറയണം. അത് പറയണോ? അത് പറയണോ? വേണ്ട, അതൊന്നും വേണ്ട. നന്നായിട്ടുണ്ടാവും അപ്പോൾ കഴിക്കാൻ. മതി. എങ്ങനെ പറയട്ടെ? എനിക്ക് പറയും, എനിക്കറിയില്ല ഒന്നും. അപ്പം പറഞ്ഞ് ശരിയാ. എല്ലാവരും ലൈക്ക് ചെയ്യും.